ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കോഴിക്കോട് നിന്നുള്ള വിമാന നിരക്കിൽ ഇരട്ടിയിലധികം വർദ്ധിച്ചത് തീർത്ഥാടകർക്ക് തിരിച്ചടിയാകും. നിരക്ക് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി സ്മൃതി ഇറാനിക്കും കത്തെഴുതി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടുന്ന കേന്ദ്രമാണ് കോഴിക്കോട്. എന്നാൽ കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനം ഇത്തവണ ദുരിതമാവും. കരിപ്പൂരിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കിയതാണ് കാരണം. കോഴിക്കോട് നിന്ന് ഇത്തവണ 1,60,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക് കണക്കാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ടെൻഡർ നടപടികൾ വഴിയാണ് ഈ നിരക്ക് നിശ്ചയിക്കപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും 75,000 രൂപ നിരക്ക് നിശ്ചയിക്കപ്പെട്ടപ്പോഴാണ് ഇരട്ടി വർധനവ് കോഴിക്കോട് നിന്നുള്ള യാത്രയ്ക്ക് നിശ്ചയിച്ചത്. ഇത് തീർത്ഥാടകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യയും കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും സൗദി എയർലൈൻസുമാണ് സർവീസിന് അർഹത നേടിയത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും 11,556 തീർത്ഥാടകരാണ് ഹജ്ജ് തീർത്ഥാടനം നടത്തിയത്. ഇതിൽ 7,045 പേരും കോഴിക്കോട് നിന്നാണ് യാത്ര തിരിച്ചത്. ഇത്തവണ ഫസ്റ്റ് ഓപ്ഷനായി 14,464 പേരും സെക്കൻഡ് ഓപ്ഷനായി 9,670 പേരും കോഴിക്കോട് നിന്ന് യാത്രയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് എയർ ഇന്ത്യ നിരക്ക് വർദ്ധിപ്പിച്ചത്. കോഴിക്കോട് നിന്നുള്ള നിരക്ക് നിശ്ചയിക്കാൻ റീടെൻഡർ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനിക്കും കത്തെഴുതിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.